जिला परिषद का मेंबर बन गए। उस वक्त मैं उनके कॉलेज में जाने का मौका मिला मुझको, और उधर के जो स्टूडेंट्स थे उन लोगों ने मुझे इसरार किया, बहुत कंपल किया, एक शेर उनके साथ। नो 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 साइलेंस। ये कुटी कॉलेज പഠിക്കുമ്പോൾ ഞാനിവിടെ, तो उन्होंने मुझे कहा कि एक शेर बोलिए, तो मुझे एक शेर, एक गज़ल याद आगा। अब के रात अब के साल पूनम में जब तो आएगी मिलने, हमने सोच रखा है रात यूं गुजारेंगे, धड़कने बिछा देंगे शौक तेरे कदमों में, हम निगाहों से तेरी आरती उतारेंगे। आरती മലയാളത്തിലുണ്ട്, മലയാളം में भी ये शब्द है आरती, यही शब्द। ഇതൊക്കെയാണ് സ്ഥിതി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് സ്ഥിതിയെങ്കിലും ഇന്ത്യയിൽ നമ്മൾ കാണുന്ന, കേരളത്തിൽ കാണുന്ന സ്ഥിതി അത്ര മെച്ചല്ല. അതൊന്ന് മാറ്റണം. അത് മാറ്റാനാണ് പ്രിയപ്പെട്ട ജോയിയെ ഇത്തവണ നമ്മൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നത്. അതിനാണ് ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഇത്ര വലിയ ആളുകൾ, കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പാർട്ടി, കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു പാർട്ടി, അവരോടൊപ്പം നിൽക്കുന്ന, കോൺഗ്രസിനൊപ്പം നിന്ന് ശക്തി ദുർഗം പോലെ നിൽക്കുന്ന 3/4 നൂറ്റാണ്ട് പഴക്കമുള്ള മറ്റൊരു വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പാരമ്പര്യത്തിനൊക്കെ വലിയ വിലയുണ്ട്. അത് ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് മുളച്ച തുവരച്ചെടികൾക്കറിയില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ പഴയ പ്രമാണങ്ങളാണ്. ഒരു യുദ്ധം നടക്കുകയാണ് ഇവിടെ. കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നതെങ്കിലോ, मैं सोचता हूँ इस जंग के टाइम पर अगर कांग्रेस थे हुकूमत में, शासन में, सोचने का कोई लाइसेंस की ज़रूरत नहीं. इंशाअल्लाह इंशाअल्लाह आएंगे, ज़रूर आएंगे. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച പാർട്ടിയുടെ ഇനിയും ഭരിക്കും കോൺഗ്രസ്. ശരി പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഇന്ത്യയുടെ ഒരു അവസ്ഥ പറയാണ്. मैंने एक दिन पहले इलेक्शन कैंपेन से वापस आया, घर में आधी रात हो गया था. अर्धरात्रि इलेक्शन कैंपेन കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. तो उन्होंने मुझे फ़ौरन खबर मिल गया पार्लियामेंट में अचानक एक बिल आ रहा है. कोई वार्निंग ही नहीं, कोई नोटिस ही नहीं. ലോക്സഭയിൽ ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു ബില്ല് വരുന്നുണ്ടെന്ന് മിനിഞ്ഞാന്ന് രാത്രി കേൾക്കുകയാണ്. അർദ്ധരാത്രി ഡൽഹിക്ക് പുറപ്പെട്ടു. പെട്ടെന്ന് നെടുമ്പാശ്ശേരി പോയി വിമാനം പിടിച്ചു. ഇന്നലെ രാവിലെ അവിടെ എത്തി. പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. നിങ്ങളൊക്കെ ഒന്ന് പത്രത്തിലുണ്ട്. വലിയ കുഴപ്പമുണ്ടാക്കുന്ന ബില്ല് കൊണ്ടുവരിക, പെട്ടെന്ന് കുഴപ്പമുണ്ടാക്കുക, അപ്പം ചുട്ടെടുക്കുന്ന പോലെ നിയമനിർമ്മാണം നടത്തുക, ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ ശബ്ദത്തിന് വിലയുണ്ടായി. പാർലമെൻറ്റിൻ്റെ കാര്യപരിപാടിയിൽ ഇന്നലെ അച്ചടിച്ച് വന്നതായിരുന്നു ആ ബില്ലെടുക്കാൻ പോകേണ്ടതെന്ന്. തൽക്കാലം അവർ ബില്ല് പിൻവലിച്ചു. ആ ബില്ല് വിവാദപരമായ ബില്ല്, ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ് ആ ബില്ല്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ പറ്റ മാറ്റി വെച്ചു എന്ന് നമ്മൾ വിചാരിക്കരുത്. അവരതെടുക്കും. ആ ബില്ല് മിക്കവാറും അടുത്ത സെഷനിൽ അവർ കൊണ്ടുവരും. പക്ഷെ പ്രതിപക്ഷ ശബ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കി കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ. ഇന്നലെ രാവിലെ പാർലമെൻറ്റ് മുമ്പിൽ പ്രതിഷേധിച്ച് അവിടെ ഓടി വന്നിന്ന് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി. നമ്മൾ ഈ ഇലക്ഷൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പോൾ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ ഭരിക്കുന്നതെങ്കിലോ, ഈ യുദ്ധത്തിൻ്റെ വേളയിൽ കോൺഗ്രസ് ആയിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിലോ, ഞാൻ പറയാം എന്താ നടക്കുകയെന്ന്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഉള്ള സമയത്ത് ഞാൻ രാജ്യസഭയിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതനായ, അറിവുള്ള, പക്വമതിയായ പ്രധാനമന്ത്രി, ലളിത ജീവിതമുള്ള, ഉയർന്ന ചിന്തയുള്ള പ്രധാനമന്ത്രി, ജവഹർലാൽ നെഹ്റുവിൻ്റെ ശരിയായ അനുഗാമി. അദ്ദേഹത്തെ പോലെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിലോ, ഞാൻ പറയാം യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടുമായിരുന്നു.
ഇന്ത്യ ചേരിചേരാ നയത്തിന് പേരുകേട്ട രാജ്യമാണ്. അപ്പം ഞങ്ങൾക്കിതിലൊക്കെ പറയാനുണ്ട്. ജോയ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇതൊക്കെ പറയാനുണ്ട്. കേരള കാര്യങ്ങൾ പറയാനുണ്ട്, കേന്ദ്ര കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ മുഴുവൻ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. ഗൾഫിലാണ് ആ യുദ്ധം. അവിടെ ഒരു മിസൈൽ വീഴുമ്പോൾ മലയാളിയുടെ ഇടനെഞ്ചിലാണ് വീഴുന്നത്. നമ്മുടെ കുട്ടികളും മക്കളും കുടുംബമൊക്കെ അവിടെയാണ്. സാമ്പത്തികമൊക്കെ തകർന്നു പോകും ഈ രാജ്യം. നമുക്ക് ഒരുപാട് വിദേശ വരുമാനം വരുന്ന മണ്ണാണത്. ഇവിടെ ചായക്കട പൂട്ടുകയാണ്. ഞാൻ എത്രയോ സ്ഥലത്ത് നിന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ ഇന്ന് ഞാൻ രാവിലെ മണ്ണാർക്കാട് ഷംസുദ്ദീൻ്റെ പ്രചാരണത്തിൽ സംസാരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആൾക്കാർ എന്നോട് വിളിച്ചു പറയാണ്, ഇവിടെ ചായക്കട പൂട്ടി. എന്താ ചായക്കട പൂട്ടുന്നത്? പാചകവാതകം ലഭ്യമല്ല. അടിസ്ഥാന സാധനമാണല്ലേ. എന്തെങ്കിലും ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ LPG ഗ്യാസ് വേണം, കിട്ടാനില്ല. ചായക്കട പൂട്ടി. ഒരു ചായക്കട പൂട്ടിയ അടുത്ത ചായക്കടയിൽ നമുക്ക് ചായ കുടിക്കാം. പക്ഷെ ആ ചായക്കടക്കാരനും അവിടെ പണിയെടുക്കുന്ന കുട്ടികളൊക്കെ കുടുംബ പട്ടിണിയാവുകയാണ്. ആരെങ്കിലും കണ്ടോ ഇതൊക്കെ പരിഹരിക്കാൻ? ഇവിടെ പരിഹരിക്കണ്ടേ? ഈ വിനീതൻ, ഈ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത ഈ എളിയവൻ ഈ പാർലമെന്റ് സമ്മേളനത്തിലും ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു ഒരാഴ്ച മുമ്പ്. ഞാനന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് 3 കാര്യം പറഞ്ഞു. ഒന്ന്, നിങ്ങൾ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണം. വ്യോമഗതാഗതത്തിൻ്റെ റൂട്ടുകൾ തുറന്നു കൊടുക്കണം. പല വ്യോമഗതാഗത റൂട്ടും അടച്ചു കിടക്കുകയാണ്. ബോർഡിംഗ് പാസ് എടുത്തിട്ട് എയർപോർട്ടിൽ വരുമ്പോൾ പറയാണ്, നിങ്ങൾ പോയിക്കോ, സീറ്റില്ല. വിമാനത്തിൽ സീറ്റ് വെട്ടിച്ചുരുക്കി. എന്തൊരു ഗതികേടാണല്ലേ നമ്മുടെ പ്രവാസികളൊക്കെ അനുഭവിക്കുന്നത്. ഇവിടെ അതായിരിക്കണം ഇബ്രാഹിം മുതൂർ 3-4 ദിവസം അവിടെ കെട്ടിക്കിടന്നു. എന്നോട് നിരന്തരം സംസാരിക്കായിരുന്നു. അവസാനം എയർ ഇന്ത്യയുടെ ആളുകളോടൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി ഒരു ദിവസം പെട്ടെന്ന് അധികം വൈകാതെ മുതൂർ കയറിയിട്ട് വിമാനത്തിന് എനിക്ക് ഫോൺ ചെയ്തപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യക്കൊരു വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. അതിനൊരു നയം വേണം, നിലപാട് വേണം. ചേരിചേരാ നയത്തിൽ വിശ്വസിക്കണം. നെഹ്റുവിൻ്റെ പാരമ്പര്യത്തെ ആദരിക്കണം. നെഹ്റുവിനെ 24 മണിക്കൂറും ആക്ഷേപിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. നെഹ്റു ഭരിച്ച നാടാണിത്. ചേരിചേരാ നയം, നോൺ അലൈൻമെൻറ്റ്, ഈ വാക്ക് ലോകത്തിന് കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. അതിൻ്റെ ഒക്കെ സ്ഥാനാർത്ഥിയാണ് VS ജോയ്. ഞങ്ങൾക്ക് പ്രാദേശികം പറയാനുണ്ട്, ദേശീയം പറയാനുണ്ട്. ഞങ്ങൾക്ക് ഈ രാജ്യാന്തര കാര്യങ്ങളിൽ നിലപാട് പറയാനുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി സംസാരിക്കണില്ല. രണ്ടാമത് ഞാൻ ആവശ്യപ്പെട്ടു, ഇന്ത്യ ഇടപെടണം യുദ്ധം നിർത്താൻ. ഇന്ത്യ പറഞ്ഞാൽ ലോകം ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഇന്ത്യയുടെ ഫ്രണ്ട്സാണ്. അപ്പുറപ്പുറമുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. ഇന്ത്യ ഇടപെടണം. ഇപ്പം ഇടപെടുമോ? പക്ഷെ കോൺഗ്രസ് ആയിരുന്നു. ഇടതുപക്ഷത്തിന് എന്തായിരുന്നു പണി? ഇടതുപക്ഷം കഴിഞ്ഞ 75 കൊല്ലം ഇന്ത്യയിലെടുത്ത പണി എന്താ? കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം. കോൺഗ്രസ് ഇറങ്ങണം, ഇറക്കിയല്ലോ. എന്നിട്ട് ഇന്ത്യ എന്തായി? കോൺഗ്രസിനെ ഇറക്കാൻ പാടുപെട്ടവരൊക്കെ മറുപടി പറയണം. ലീഗിന് അതാണ് പറയാനുള്ളത്. അതാണ് ലീഗിൻ്റെ രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിൽ അതാ പറയാറുള്ളത്. മൂന്നാമത് ഞാൻ വെച്ചൊരു നിർദ്ദേശം, ഹോർമൂസ് കടലിടുക്ക് അടച്ചത് കൊണ്ടാണ് ഗ്യാസ് കിട്ടാത്തത്. കേന്ദ്ര ഗവൺമെൻറ് പെട്ടെന്ന് ഇടപെട്ടിട്ട് ഹോർമൂസ് ഇതര മേഖലകളിൽ നിന്ന് പാചകവാതകം വാങ്ങാൻ നടപടി സ്വീകരിക്കണം. എനിക്കത് പറയാൻ കഴിഞ്ഞല്ലോ. നമുക്കത് പറയാൻ കഴിയുന്നുവല്ലോ. അവർ ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തയച്ച എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ ശബ്ദം ഈ പാർലമെൻറ്റ് സമ്മേളനത്തിലും ഈ ശബ്ദം ഈ എളിയവൻ എത്തിച്ചിട്ടുണ്ട്. ചെയ്യേണ്ടത് അവരാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ശബ്ദം നമ്മൾ മുഴക്കേണ്ടടുത്ത് മുഴക്കും. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. കേരളത്തിലേക്ക് വന്നാൽ മുഴുവൻ സ്തംഭനാവസ്ഥയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 10 കൊല്ലത്തിനിടയിൽ ഇവിടെ വരെയുള്ള സ്കൂൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന വല്ലതും പറ. ഒരു സ്കൂള്, 32 UP സ്കൂൾ ഒറ്റയടിക്ക് ഹൈസ്കൂളാക്കിയ ഒരു മുഖ്യമന്ത്രിയെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അന്ന് ഞാനും MLA ആണ്, കോട്ടക്കലിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. നിങ്ങളൊരു സ്കൂൾ കൊടുത്തിട്ടുണ്ട്. വേണ്ട, നിങ്ങൾക്ക് സീറ്റ് കൊടുത്തൂടെ കുട്ടികൾക്ക് പഠിക്കാൻ? 95% മാർക്കുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. സീറ്റിന് റെക്കമെൻഡേഷൻ കത്തി ചോദിച്ചിട്ട്. എബവ് 95%.
95% മീതെ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് നിങ്ങൾ സീറ്റ് കൊടുക്കൂല? നിങ്ങളെ ഡ്യൂട്ടി അല്ലേ അത്? കുട്ടികൾ പഠിക്കുമ്പോൾ ഒരു സൗകര്യം ചെയ്തു കൊടുത്തൂടെ? സീറ്റ് തരുന്നില്ലെങ്കിൽ തരണ്ട. സീറ്റ് ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ജില്ലയെ തന്നെ അവഹേളിക്കാൻ ശ്രമിച്ചില്ലേ? ഇവിടെ പഠിക്കുന്ന കുട്ടികളെ, ഈ നാടിൻ്റെ പാരമ്പര്യത്തെ, ഇവിടുത്തെ സൗഹൃദത്തിൻ്റെ കഥ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ കൊണ്ടോട്ടിന്നാണ് വരുന്നത്. ഇന്ന് ഉച്ചക്ക് കൊണ്ടോട്ടിയായിരുന്നു, പിന്നെ താന്നൂർ പോയി. ഈ കൊണ്ടോട്ടിയിൽ ഒരു ക്രൈസ്തവ സഹോദരി മരിച്ചു. ഒറ്റ ക്രിസ്ത്യാനില്ലാത്ത പഞ്ചായത്താണ്. ഒറ്റ ക്രിസ്ത്യാനില്ലാത്ത പഞ്ചായത്ത്. മരിച്ചു. അവർ കുറേ കാലമായിട്ട് അവിടെ വന്ന് പാർക്കുകയായിരുന്നു. ആരുമില്ല. അവരുടെ അന്തിമ കർമ്മങ്ങൾ നിർവഹിക്കണം. മഹല്ല് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചു. അവരുടെ ശരീരം മദ്രസയിൽ കിടത്താൻ ബഹുമാനത്തോടുകൂടി അവരുടെ മൃതശരീരം, അവരുടെ അന്ത്യകർമ്മങ്ങൾ ആ മഹല്ലിലെ സ്ത്രീകൾ ചെയ്തു. എന്നിട്ടും എന്തൊക്കെയാണ്? ഇതാണോ വേണ്ടത്? സാമൂഹിക സൗഹൃദം തകർക്കുന്ന നടപടികളാണോ വേണ്ടത്? കുട്ടികൾക്ക് സീറ്റില്ലെങ്കിൽ പോട്ടെ, തൊഴിലില്ലെങ്കിൽ പോട്ടെ, ഈ സാമൂഹിക സൗഹൃദം നിലനിൽക്കണ്ടേ? അതിന് രാഷ്ട്രീയത്തിലൊരു മാറ്റം വരുത്തണം. രാഷ്ട്രീയ സംസ്കാരം തന്നെ മാറണം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയം വരണം. മതസമുദായങ്ങൾക്ക് അതീതമായി ഒന്നിച്ച് നിൽക്കണം. കൈകൾ കോർത്ത് പിടിക്കണം. അങ്ങനെ ഈ രാജ്യം മുന്നോട്ട് പോകൂ. പെരുന്നാളിൻ്റെ മാസം ഉദിച്ചോ എന്ന് നോക്കാൻ വേണ്ടി പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് റമദാൻ്റെ അവസാന സമയത്ത് നോക്കിയിരുന്ന ഒരു നേതാവുണ്ടായിരുന്നു ഇന്ത്യയിൽ. जब रमज़ान का जो आखिरी दिनों में ईद के चांद के लिए लोग इंतज़ार कर रहे थे, उस वक्त यहाँ एक लीडर थे जो लोगों को बुलाते थे, आइए हम जाएंगे चांद देखने के लिए. ഈദിൻ്റെ ചന്ദ്രിക ഉദിച്ചോ എന്ന് നോക്കാൻ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിരുന്ന നേതാവ്, वो बहुत बड़े ऊंचे दर्जे का लीडर थे. वो लीडर का नाम था मोहनदास करमचंद गांधी. ആ നേതാവായിരുന്നു ഗാന്ധി. ഇതാണ് ഇന്ത്യ. ഈദിൻ്റെ ചന്ദ്രിക കാണാൻ, പെരുന്നാളാവോ നാളെ എന്നറിയാൻ, അതാണ് ഇന്ത്യ. അത്ഭുതകരമായ ഇന്ത്യ, അതിശയിപ്പിക്കുന്ന ഇന്ത്യ, അഗാധമായ ഇന്ത്യ, സംസ്കാരത്തിന് പേരുകേട്ട ഇന്ത്യ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഇന്ത്യ, ഗംഗയുടെ ജമുനയുടെ ഇന്ത്യ, വാൽമീകിയുടെ കപിലൻ്റെ കണാദൻ്റെ മാധ്വൻ്റെ ശങ്കരൻ്റെ ചൈതന്യൻ്റെ തുക്കാറാമിൻ്റെ തുളസീദാസിൻ്റെ ഇന്ത്യ, നിസാമുദ്ദീൻ്റെ മുഈനുദ്ദീൻ്റെ ഫരീദുദ്ദീൻ്റെ ഇന്ത്യ. അതാണ് ഇന്ത്യ. ആ ഇന്ത്യയായിട്ട് കൊണ്ടുപോകണം. അതിന് കഴിയുന്ന രാഷ്ട്രീയം വരണം. രാഷ്ട്രീയത്തിൻ്റെ പിറകിലൊക്കെ ഉണ്ട്. ഈ യുദ്ധത്തിൻ്റെ പിറകിൽ രാഷ്ട്രീയല്ലേ? എന്താ ലോകമല്ല അങ്ങാടിയ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഞാൻ ഏത് രാജ്യത്തെയും പോയി ആക്രമിക്കും, ഞാൻ ഏത് രാജ്യത്തിൻ്റെയും മേക്കെട്ട് കയറും, ഞാൻ ഏത് രാജ്യത്തിൻ്റെയും നെഞ്ചിൽ ചവിട്ടും. അതല്ലേ ഈ യുദ്ധത്തിന് കാരണം? ആർക്കത് അറിഞ്ഞുകൂടാത്തത്? ഇതൊന്നും ശരിയല്ല. അനീതിക്കെതിരെ നീതിക്ക് വേണ്ടി നാം നിലകൊള്ളും. നാം നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇന്ത്യ നീതിയുടെ ശബ്ദമാണ്. ഇന്ത്യ എവിടെയും ലോകത്ത് സമാധാനം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇതാണ് ഇന്ത്യയുടെ മുദ്രാവാക്യം. പാർലമെൻറ്റിൻ്റെ മകുടത്തിൽ ഒരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മകുടത്തിൽ, पार्लियामेंट का जो मंदिर है, पार्लियामेंट बिल्डिंग है, अब का नहीं है, पुराने, उसका अंदर एक श्लोक, वो उपनिषद का एक मंत्र है, वो लिखा है, वहाँ मनकूश है, वहाँ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. एक और जगह कुरान के एक आयत भी लिखा है. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മന്ദിരത്തിനകത്ത് ഒരു മകുടത്തിൽ ഉപനിഷത്തിൻ്റെ ശ്ലോകവും മറ്റൊരു മന്ദിരത്തിൽ ഖുർആൻ സൂക്തവും കൊത്തിവെച്ചിട്ടുണ്ട്. മനോഹരമായ അറബ് കയ്യെഴുത്ത് കലയിലാണ് ഖുർആൻ സൂക്തം. ദേവനാഗിരി ലിപിയിലാണ് ഈ ശ്ലോകം എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷിൻ്റെ ഒക്കെ പരിസരത്ത് ഇഷ്ടംപോലെ സംസ്കൃത പണ്ഡിതരുണ്ട്. എടപ്പാളി, ഈ തവനൂർ മണ്ണ് ഇതിൻ്റെ ഒക്കെ മണ്ണാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇലക്ഷൻ സമയത്തും അതിന് ശേഷമൊക്കെ.
അതിനുമുമ്പ് അറിയാം. ഇങ്ങനെയുള്ള മഹാന്മാരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഏതാണ് ആ ശ്ലോകം? ആ ശ്ലോകം ഇതാണ്: അയം നിജ പരോവേദി ഗണാനാം ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഞാൻ മാത്രം എന്ന് പറയുന്നവൻ്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സാണ്. പാർലമെൻറ്റിനകത്ത് എഴുതി വച്ചിരിക്കുക. ഞാൻ ഒരിക്കൽ ലോക്സഭയിൽ ഈ ശ്ലോകം ഉദ്ധരിച്ചു. എൻ്റെ ജീവിതത്തിൽ ലോക്സഭയിൽ കക്ഷി മറന്ന്, പാർട്ടി മറന്ന്, ബെഞ്ച് മറന്ന്, ഭരണപക്ഷം പ്രതിപക്ഷം എന്ന ഭേദം മറന്ന് ലോക്സഭാംഗങ്ങൾ ഒന്നിച്ച് കൈയടിച്ചത് ഞാൻ അന്ന് ഓർക്കുന്നു. ഈ ശ്ലോകം ഉദ്ധരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഈ പാർലമെൻറ്റിൻ്റെ ഈ മന്ദിരത്തിൽ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോയിരുന്നു മുമ്പ്. കാല് തട്ടിയിട്ട് ഞാൻ മേലോട്ട് നോക്കി. അങ്ങനെ ഞാൻ അത് കണ്ടത്. ഞാൻ പുസ്തകത്തിലൊന്നും വായിച്ചതല്ല. കാല് തടഞ്ഞപ്പോൾ ഞാൻ മേലോട്ട് നോക്കി. ഇപ്പോൾ ചെറുപ്പത്തിൽ മാറാക്കരയിൽ ഒരു ഇല്ലത്ത് പോയിട്ടാണ് എൻ്റെ പിതാവ് എന്നെ സംസ്കൃതം പഠിക്കാൻ പറഞ്ഞയച്ചത്. കുഞ്ചു നമ്പൂതിരി എന്നാണ് എൻ്റെ ഗുരുനാഥൻ്റെ പേര്. ഇത് കണ്ട് ഞാൻ അന്തം വിട്ടു. ഞാൻ മാത്രമെന്ന് പറയുന്നവൻ്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സാണ്. जो लोग कह रहे हैं मैं, सिर्फ मैं, वो कहने वाले लोग हैं वो बहुत क्या है, नैरो माइंडेड पीपल है. उनका मन तो इतना छोटा है. अयम निज परोवेदि गणानाम लघु चेदसाम. लघु वो तो बहुत स्मॉल. लघु चेदसाം ഉദാരചരിതാനാം തു. വിശദമായിട്ട് ചിന്തിക്കുന്നവർക്ക്, those people who think widely. Vasudhaiva Kudumbagam, the entire world is their home. Vasudha, Zameen, earth. Vasudhaiva, ഭൂമി മുഴുവൻ, കുടുംബകം, the whole world is their family. ഇതാണ് ഇന്ത്യ. ഖുർആനിലെ സൂക്തം എന്താ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ? ദൈവം ആരെയും മാറ്റുകയില്ല, അവർ സ്വയം മാറാതെ. അതാണ് എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇത്ര വലിയ രാജ്യമാണ്. ആ ഇന്ത്യ യുദ്ധം നിർത്താൻ ഇടപെടണം. ഇന്ത്യ എല്ലാവരും ചേർത്ത് പിടിക്കണം. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ നമ്മളെ നേതാക്കന്മാരൊക്കെ എത്തിച്ചേരാറായി. പ്രിയപ്പെട്ട ജോയ് ഇവിടെ സംസാരിക്കണം. അദ്ദേഹം ഇവിടെ വന്നപാടെ വന്നു, കണ്ടു, കീഴടക്കി എന്ന മലയാളത്തിലെ ആ പര്യായമാണ്, മലയാളത്തിലെ ആ ഒരു പഴമൊഴിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നല്ല ചെറുപ്പക്കാരൻ, കരുത്തുറ്റ ജനസേവകൻ. DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ തന്നെ മതി. ഒരു DCC പ്രസിഡന്റ് 10 MLAക്ക് സമമാണെന്നാണ് ഞാൻ എൻ്റെ അതെ മലപ്പുറത്തെ ജില്ല നോക്കുമ്പോൾ അതെ സഫർ പറഞ്ഞത് ശരി, 16 കൂട്ടി പറയണം. പക്ഷേ അത്രയും പണിയെടുക്കണം. ഒരു ജനപ്രതിനിധിയുടെ ജോലിയാണതിൽ. അപ്പോൾ എനിക്ക് നല്ല DCC പ്രസിഡന്റുമാരായ എൻ്റെ സുഹൃത്തുക്കളുണ്ട് പല ജില്ലകളിൽ. എനിക്കവരുടെ പണി നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് മണ്ഡലം മുസ്ലിം ലീഗ് ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ ജോലിയാണോ? ഇവിടെ ബാവാജിയുണ്ട്, അബ്ദുള്ളക്കുട്ടി സാഹിബുണ്ട്. ഇവരൊക്കെ ഒരു മണ്ഡലത്തിലെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം. ഈ അബ്ദുള്ളക്കുട്ടി അവരൊക്കെ എത്ര ആളുകളെ എത്ര ഇലക്ഷൻ എന്തൊരു പരിജ്ഞാനം. അതുകൊണ്ടൊരു DCC പ്രസിഡൻ്റായ നേതാവ് പ്രിയപ്പെട്ട VS ജോയ് അദ്ദേഹമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഇത്തവണ നമുക്ക് 2 ദൗത്യമുണ്ട്. ഒന്ന്, നമ്മൾ തിരുവനന്തപുരം പിടിക്കും, നമ്മൾ തവനൂരും പിടിക്കും മഹാഭൂരിപക്ഷത്തോടു കൂടി. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ VS ജോയിയെ വിജയിപ്പിക്കും. അഭിവന്ദനായ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ആദരണീയനായ നമ്മുടെ നായകൻ, ജനാധിപത്യ കേരളത്തിൻ്റെ സമുന്നത നായകൻ, കേരളത്തിൻ്റെ സാമൂഹിക മൈത്രിയുടെ കൊടിവാഹകൻ. ഏതൊരു വാക്ക് കേൾക്കാനാണോ ഈ നാട് കാത്തു നിൽക്കുന്നത്, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, कांग्रेस के AICC ऑब्जर्वर्स है, अली साहब, फरहान साहब,
अस्सलाम वालेकुम। सैफ दीन साहब, नितिन अग्रवाल या अग्रवाल, सर नितिन अग्रवाल साहब from Rajasthan, all AICC observers, leaders. കേരളം മാത്രമല്ല, ഇന്ത്യ കൗതുകത്തോടെ ബഹുമാനത്തോടെ ഏതൊരു ശബ്ദം കേൾക്കാനാണോ കാതോർക്കുന്നത്, ഒച്ച ഉയർത്തിയിട്ട് ബഹളമുണ്ടാക്കുന്നവർ നിറഞ്ഞ ഒരു ചുറ്റുപാടിലും സമാധാനത്തിൻ്റെ സംയമനത്തിൻ്റെ സ്വരം മാത്രം പറഞ്ഞ് ജനതതികളെ കോർത്തിണക്കുന്ന, ജനപദങ്ങളെ ചേർത്ത് പിടിക്കുന്ന മതേതരത്വത്തിൻ്റെ നാടിൻ്റെ സമുന്നത നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. വളരെ ദൂരെ നിന്നാണ് തങ്ങൾ സഞ്ചരിച്ചു വരുന്നത്. ഇന്ന് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ അല്പസമയം മുമ്പെന്ന് പകല് വിളിക്കുമ്പോഴും അല്പം മുമ്പ് വിളിക്കുമ്പോഴും ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനക്കങ്ങൾ, വാക്കുകൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ദൃഢനിശ്ചയങ്ങൾ, തീരുമാനങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആംഗ്യങ്ങൾ, അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ സമുന്നതമാണ്. വരാൻ പോകുന്ന കേരളം അത് കൂടുതൽ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കാനുള്ള ഭരണമാറ്റത്തിലേക്കാണ് നാം കേരളത്തെ നയിക്കുന്നത്. അതിൻ്റെ എല്ലാം അമരത്തുണ്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ ഇനി സംസാരിക്കുന്നേയില്ല. ഇനി ഇവിടെ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അഭിവന്ദനായ ശ്രീ KC വേണുഗോപാലും ഇമ്രാൻ സാഹിബും ഒക്കെ എത്തിച്ചേരാനിരിക്കുന്നു. നിങ്ങൾ വിളിച്ചേക്ക്. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ഞാൻ വിളിക്കാം. അല്ല, നിങ്ങൾ സംസാരിക്കാം. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ പരിപാടിയുടെ തവനൂരിൽ ചരിത്രം മാറ്റിമറിക്കുന്ന, തവനൂരിൽ പുതിയ അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കുന്ന, തിരുവനന്തപുരത്തേക്ക് തവനൂരിൽ നിന്ന് അധികാരമാറ്റത്തിൻ്റെ പുതിയൊരു രാജപാത തുറക്കുന്ന VS ജോയിയുടെ കരങ്ങളിലൂടെ അധികാരമാറ്റത്തിൻ്റെ, മാത്രവുമല്ല സഫറുള്ള ഇവിടെ വിശദീകരിച്ച പോലെ ഈ നാടിനാവശ്യമായിട്ടുള്ള വികസനത്തിൻ്റെ, പുരോഗതിയുടെ 1000 വാതായനങ്ങൾ VS ജോയിയുടെ കരങ്ങളിലൂടെ തുറന്നിടുന്ന പുതിയൊരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഈ മംഗലം നാട് എല്ലാം മംഗളമായിരിക്കുമെന്ന് തെളിയിക്കുന്ന ഈ നാട്ടിലെ ഈ മഹത്തായ സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ വിനയാദരങ്ങളോടെ, സ്നേഹാദരങ്ങളോടെ നിങ്ങൾക്ക് വേണ്ടി അധ്യക്ഷൻ അബ്ദുള്ള കുട്ടി സാഹിബിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളു.